ഹായ് നമസ്കാരം. ഡൽഹി vs SRH മാച്ചിൽ മഴ മൂലം കളി തടസ്സപ്പെട്ടു. ഡൽഹിക്ക് സത്യം പറഞ്ഞാൽ അർഹതയില്ലാത്തൊരു പോയിന്റ് മഴ മൂലം കിട്ടിയിരിക്കുകയാണ്. ഭാഗ്യം എന്ന് വേണം കരുതാനായിട്ട്. ഈ ഒരു റേസിൽ, പ്ലേ ഓഫിലേക്കുള്ള റേസിൽ ഡൽഹിയെ സംബന്ധിച്ച് വളരെ ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ള ഒരു പോയിന്റ് ഇന്ന് മഴ കാരണം കിട്ടിയിരിക്കുകയാണ്. ഇല്ലാന്നുണ്ടെങ്കിൽ ഒരു പക്ഷേ എനിക്ക് തോന്നുന്നു ഒരു 90% SRH ഡൽഹി മുന്നോട്ട് വെച്ച സ്കോർ ഈസിയായിട്ട് ചേസ് ചെയ്തേനെ, കണ്ടീഷൻസ് മോശമായിരുന്നെങ്കിൽ പോലും. അപ്പോൾ അതായിരുന്നു സ്ഥിതി. പക്ഷേ മഴ മൂലം കളി തടസ്സപ്പെട്ടെന്നുണ്ടെങ്കിലും ഡൽഹിയെ സംബന്ധിച്ച് ബാറ്റിങ്ങിൻ്റെ കാര്യം കുറച്ച് കാര്യങ്ങൾ പറയാതെ വയ്യ. കാരണം ഇത്രയും നല്ല രീതിയിൽ കളിച്ചു വന്നൊരു ടീം ഇപ്പോൾ ഈ ടൂർണമെൻറ്റ് തുടങ്ങിയപ്പോൾ അടുപ്പിച്ച് കളികൾ ജയിച്ച് എല്ലാവർക്കും ഒരു ഭീതി ഉണ്ടാക്കിയ എല്ലാ രീതിയിലും സെറ്റാണെന്ന് തോന്നിയ ഒരു ടീം ഇപ്പോൾ വന്നിട്ട് ഈ ഒരു കൊളാപ്സ് ആവുന്ന രീതികൾ എന്തുകൊണ്ട് സംഭവിക്കും എന്നുള്ള കാര്യത്തെക്കുറിച്ച് കുറച്ച് ഡിസ്കഷൻസ് ആവാം എന്ന് എനിക്ക് തോന്നുന്നു. അപ്പോൾ ഇന്നത്തെ മാച്ചിനെ പറ്റി പറയുകയാണെന്നുണ്ടെങ്കിൽ കമ്മിൻസ് ഫസ്റ്റ് ഓവർ എറിയാനായിട്ട് വരികയാണ്. അപ്പോൾ കമ്മിൻസ് എന്താണോ ഏറ്റവും ബ്യൂട്ടിഫുൾ ആയിട്ട് ചെയ്യുന്നത് അത് കമ്മിൻസ് ചെയ്യാനായിട്ട് തീരുമാനിച്ചു. കാരണം ഈ മിഡ് ഓവേഴ്സിലും ഒരു എന്താ പറയുക ഒരു ലാസ്റ്റ് ഫേസിലൊക്കെ വന്ന് എറിയുന്നതിനെക്കാട്ടിലും കമ്മിൻസ് എന്ന് പറയുന്ന ബോൾ ഏറ്റവും എഫക്റ്റീവായിട്ട് ബോൾ ചെയ്യുന്നത് ഓപ്പണിംഗ് സ്പെല്ലാണ്. അത് കമ്മിൻസ് ഇന്ന് ബ്യൂട്ടിഫുൾ ആയിട്ട് ചെയ്ത് ഫസ്റ്റ് ബോളിൽ തന്നെ വിക്കറ്റ് എടുത്തു. അതുപോലെ തന്നെ രണ്ടാമത്തെ ഓവറിൽ വന്നിട്ട് ഫസ്റ്റ് ബോളിൽ തന്നെ വിക്കറ്റ് എടുത്തു. അപ്പോൾ ഡൽഹിയുടെ ആദ്യത്തെ 3 വിക്കറ്റ് കമ്മിൻസ് തന്നെയാണ് എടുക്കുന്നത്. അപ്പോൾ ഡൽഹിയുടെ ഒരു അടിവേര് പിഴുതത് കമ്മിൻസ് തന്നെയാണ്. അതുപോലെ തന്നെ പിന്നീട് ഹർഷൽ പട്ടേൽ വന്നിട്ട് വിക്കറ്റ് എടുക്കുന്നു. അതിനുശേഷം ഉന്നത് കട്ട് വന്നിട്ട് വിക്കറ്റ് എടുത്തിട്ട് ഡൽഹിയുടെ വിക്കറ്റ് ഇങ്ങനെ കണ്ടിന്യൂസ് ഒരു കൊളാപ്സിലേക്ക് പോകണം. അതിനെക്കുറിച്ച് ഡീറ്റെയിൽസിലേക്ക് പോകുന്നില്ല. ഇപ്പോൾ കരുൺ നായർ വീണ്ടും ഡക്കായിരിക്കുകയാണ്. വളരെ നിരാശാജനകമായ പെർഫോമൻസ്. കാരണം എന്താ പറയുന്നത്, ഒരു തിരിച്ചുവരവെന്നൊക്കെ പ്രതീക്ഷിച്ച് ഒരു രാജ്യം മൊത്തം, ക്രിക്കറ്റ് ഫാൻസ് മൊത്തം ഒരുപാട് സന്തോഷിച്ച ഒരു പ്ലെയറാണ് കരുൺ നായർ. പക്ഷേ ഡിസപ്പോയിൻറ്റിംഗ് എന്ന് പറഞ്ഞാൽ തീർത്തും ഡിസപ്പോയിൻറ്റിംഗ് ആയിട്ടുള്ളൊരു പെർഫോമൻസ്. അത് കഴിഞ്ഞിട്ട് ഇങ്ങോട്ട് വന്നാൽ KL രാഹുൽ, പിന്നെ സ്റ്റബ്സ് ഇന്ന് കളിച്ചു എന്ന് പറയാന്നുണ്ടെങ്കിൽ ഈവൻ സ്റ്റബ്സ് പോലും ഡിസപ്പോയിൻറ്റിംഗ് ആയിരുന്നു എന്നെ സംബന്ധിച്ച്. SRH ഒരു ഡീസൻ്റ് ആയിട്ടുള്ള പെർഫോമൻസ്. അവരെന്താ പറയുന്നത്, ഈ ഒരു സീസണിൽ അവരുടെ പ്രതീക്ഷകളെല്ലാം അസ്തമിച്ചു. ഇതുവരെയുള്ള മാച്ചസ് ഒക്കെ വെച്ച് നോക്കുകയാണെന്നുണ്ടെങ്കിൽ ഡീസൻ്റ് ആയിട്ടുള്ളൊരു പെർഫോമൻസ് അവർ കാഴ്ചവെച്ചു. ഫീൽഡിങ് നന്നായിട്ട് ചെയ്തു, ബോളിംഗ് വൃത്തിയായിട്ട് തന്നെ ചെയ്തു. അവരുടെ ലിമിറ്റേഷൻസ്, അവർക്കുള്ള റിസോഴ്സ് വെച്ചിട്ട് അവർ വൃത്തിയായിട്ട് തന്നെ ചെയ്തു. ഡൽഹി കൊണ്ട് കൊടുത്തതാണ് കളിയെന്നാണ്. കാരണം കണ്ടീഷൻസ് കുറച്ച് മോശമായിരുന്നു, ബാറ്റിംഗ് അനുകൂലമല്ലായിരുന്നു. ഇപ്പോൾ അക്സർ പട്ടേലിൻ്റെ വിക്കറ്റൊക്കെ നോക്കുകയാണെങ്കിൽ അറിയാം, ബോൾ എത്തുന്നില്ലായിരുന്നു. അപ്പോൾ ആ കണ്ടീഷൻസിനനുസരിച്ച് അഡ്ജസ്റ്റ് ചെയ്ത് കളിക്കാനായിട്ട് ഓപ്പണിങ്ങിൽ കളിച്ചു, അല്ലെങ്കിൽ പിന്നീട് 1-2 വിക്കറ്റ് പോയെങ്കിൽ പോലും അവിടെ തൊട്ട് അവർ ട്രൈ ചെയ്യണമായിരുന്നു. പക്ഷേ അവിടെ നിന്ന് വീണ്ടും വിക്കറ്റ് വലിച്ചെറിയാണ് ഡൽഹി ചെയ്തത്. അപ്പോൾ ഇന്നത്തെ മാച്ചിൽ ഡൽഹി എങ്ങനെ വിക്കറ്റ് വലിച്ചെറിഞ്ഞു എന്നതിനെ പറ്റിയിട്ടല്ല, ഇവരുടെ ഒരു ബാറ്റിംഗ് ഓർഡറിൻ്റെ ഒരു പ്രശ്നമാണ് എനിക്ക് പറയാനായിട്ട് ഇന്ന് താല്പര്യം. കാരണം ഫസ്റ്റ് KL രാഹുൽ, പോറൽ, ഡുപ്ലസി ആൻഡ് കരുൺ നായർ, ഈ 4 പേരുടെ കളിയും ഏകദേശം സിമിലറാണ്. അതിനകത്ത് കുറച്ചും കൂടെ ഒരു അഗ്രസീവായിട്ട് കളിക്കുന്ന കരുൺ നായരാണ്. കരുൺ നായരുടെ പെർഫോമൻസ് കഴിഞ്ഞ 2-3 മാച്ചുകളായിട്ട് നോക്കുകയാണെങ്കിൽ ആദ്യത്തെ ഒരു ഇന്നിങ്സ് കഴിഞ്ഞാൽ പിന്നെ എടുത്തു പറയാനായിട്ട് ഒന്നുമില്ല. അങ്ങനെ നോക്കുമ്പോൾ ഇവരുടെ ഒരു ടോപ്പ് 4 പെർഫോം ചെയ്യുന്നത് വളരെ പത്തറ്റിക്കായിട്ടാണ്. പത്തറ്റിക്കായിട്ടെന്ന് പറയുമ്പോൾ ഒരു ഇൻറ്റൻറ്റ് ഉള്ള അല്ലെങ്കിൽ ഒരു എക്സ് ഫാക്ടർ എന്ന് പറയാൻ പറ്റുന്ന ഒരു ബാറ്റ്സ്മാൻ അവരുടെ ടോപ്പ് 4 ഇല്ലാത്തവരാണ്. മറ്റ് നന്നായിട്ട് മുന്നിട്ട് നിൽക്കുന്ന ടീമുകളെല്ലാം നോക്കുകയാണെന്നുണ്ടെങ്കിൽ, ഇപ്പോൾ ബാംഗ്ലൂർ നോക്കുകയാണെങ്കിൽ സോൾട്ട്, മുംബൈ നോക്കുകയാണെന്നുണ്ടെങ്കിൽ രോഹിത് ശർമ്മ, റിക്കിൾട്ടൺ, അതുപോലെ തന്നെ പഞ്ചാബ് നോക്കുകയാണെന്നുണ്ടെങ്കിൽ പ്രഭ് സിമ്രാൻ, അങ്ങനെ എല്ലാ ടീമിലും ഒരു എന്താ പറയുക കുറച്ച് അഗ്രസീവായിട്ട് കളിക്കുന്ന അല്ലെങ്കിൽ എടുത്തുകൊണ്ട് പോകുന്ന രീതിയിലുള്ള ബാറ്റ്സ്മാൻമാരുണ്ട്. ഇപ്പോൾ ഇവരുടെ ബാറ്റ്സ്മാൻമാർക്കൊന്നും അതിന് പറ്റുന്നില്ല എന്നുള്ളതാണ് പ്രശ്നം. അല്ലെങ്കിൽ ഇവർക്ക് അതിനുള്ള കഴിവില്ല എന്നുള്ളതല്ല, അവർ ചെയ്യുന്നില്ല, അല്ലെങ്കിൽ അവർക്കത് ഒരു ഏകദേശം ഒരേ സ്റ്റൈൽ ടൈം എടുക്കുന്ന ബാറ്റ്സ്മാനാണ്. ഇപ്പോൾ ഡുപ്ലസി ആയാലും അതുപോലെ KL രാഹുൽ ആയാലും പോറലായാലും എല്ലാവരും കുറച്ച് ടൈം. ഇന്നത്തെ പോറലാണ് കുറച്ച് അഗ്രസീവായിട്ട് കളിക്കുന്നത്. എങ്കിൽ പോലും പോറലിൽ ഒരു കൺസിസ്റ്റൻസ് ആയിട്ട് അത് കാണിക്കാനായിട്ട് ഈ സീസണിൽ പറ്റുന്നില്ല എന്നുള്ളതാണ് പ്രശ്നം. സോ എൻ്റെ ഒരു അഭിപ്രായത്തിൽ ഇവരുടെ ഈ ടോപ്പ് 4 ഏതെങ്കിലും ഒരാളെ പുറത്തിരുത്തിയേ പറ്റൂ. ഇല്ലാന്നുണ്ടെങ്കിൽ ഡൽഹിക്ക് ഈ ഒരു കോമ്പിനേഷൻ സെറ്റ് ആകത്തില്ല. എപ്പോഴായിരുന്നു ഡൽഹി വിജയിച്ചു വന്നിരുന്നതെന്നുണ്ടെങ്കിലും ജേക്ക് ഫ്രേസർ മഗർക്ക് കളിച്ചിരുന്ന സമയത്താണ് ഇവരുടെ ബാറ്റിംഗ് ഓർഡർ പ്രോപ്പറായിട്ട് പോയിരുന്നത്. അത് ജേക്ക് ഫ്രേസർ മഗർക്ക് കളിക്കുന്നു എന്നുള്ളത് കൊണ്ടല്ല, അവരുടെ ബാറ്റിംഗ് ഓർഡർ ആ സമയത്ത് കറക്റ്റ് ആയിരുന്നു. ഇപ്പോൾ നോക്കുകയാണെന്നുണ്ടെങ്കിൽ കരുൺ നായർ വന്നതിന് ശേഷമാണ് ഇവരുടെ ബാറ്റിങ്ങിൻ്റെ ആ ഒരു താളം തന്നെ നഷ്ടപ്പെട്ടത്. എൻ്റെ ഒരു അഭിപ്രായത്തിൽ ഒന്നുകിലും ജേക്ക് ഫ്രേസർ മഗർക്ക് തിരിച്ചു വരണം ഒരു ടോപ്പ് ഓർഡറിലേക്ക്. ഇപ്പോൾ ഒരു ഗ്യാപ്പൊക്കെ ആയി, ഇത്രയും മാച്ച് കളിക്കാതിരുന്നതുകൊണ്ട് തന്നെ ഫ്രഷ് ആയിട്ട് വരുമ്പോൾ ഒരുപക്ഷെ നല്ല പെർഫോമൻസ് ഒരുപക്ഷെ കൊടുത്തേക്കാം. ഒന്ന് അത്. അപ്പം വരുവാണെന്നുണ്ടെങ്കിൽ ഒരു എക്സ് ഫാക്ടർ അവരുടെ ടോപ്പ് ഓർഡറിൽ വരും. കളിക്കുവാണെന്നുണ്ടെങ്കിൽ വളരെ മെച്ചം. ഇപ്പോൾ കരുൺ നായർ ആയാലും ബാക്കിയുള്ളവരൊക്കെ പെർഫോം വെച്ച് നോക്കുമ്പോൾ മഗർ കളിച്ചാലും എനിക്ക് വലിയ വ്യത്യാസമൊന്നും തോന്നുന്നില്ല. സോ ഇല്ലാന്നുണ്ടെങ്കിൽ ടോപ്പ് ഓർഡറിൽ നിന്ന് ഒരാളെ മാറ്റിയിട്ട് ഒരു മിഡിൽ ഓർഡറിലേക്ക് അല്ലെങ്കിൽ ലോവർ മിഡിൽ ഓർഡറിലേക്ക് ഈ ഡൊണോവൻ ഫെറാരെ കൊണ്ടുവരിക, അതൊരു റിസ്ക് ആയിട്ടുള്ള കാര്യമാണ്. ഇനി പുതിയതായിട്ടൊരു പ്ലെയറിനെ അവിടെ ഒരു മധ്യനിരയിലേക്ക് കൊണ്ടുവരുന്നത് അതിലും ബെറ്റർ ജേക്ക് ഫ്രേസർ മഗർക്ക് വരുന്നത് തന്നെയാണ്.
എന്താണ് എനിക്കറിയില്ല, ഈ ഒരു ബാറ്റിംഗ് ലൈനപ്പ് ഒരു സുഖവും തോന്നില്ല. കാരണം ഒരു വളരെ തണുപ്പനാണ്. പ്രത്യേകിച്ച് KL രാഹുൽ ഭയങ്കര ഒരു ടീമിനെ സംബന്ധിച്ച് ഈ ഒരു ഇരുത്തല്ല ഉള്ള ഒരു വാളാണ് KL രാഹുൽ എന്ന് പറഞ്ഞാൽ. അതായത് ടീമിന് അങ്ങേറ്റം ഗുണം ചെയ്യുന്ന ഇന്നീങ്സ് കളിക്കും, എങ്കിൽ ടീമിന് അങ്ങേറ്റം ദോഷം ചെയ്യുന്ന രീതിയിൽ ചില സമയത്ത് KL രാഹുലിൻ്റെ ഒരു സ്ട്രൈക്ക് റേറ്റും ആ ഒരു കളിയുടെ സ്റ്റൈൽ ചിലപ്പം സംഭവിക്കാറുണ്ട്. പ്രത്യേകിച്ചും T20 അത് നമ്മൾ പഞ്ചാബിൽ കളിച്ചിരുന്ന സമയത്തും അതുപോലെ തന്നെ LSGയിൽ കളിച്ചിരുന്ന സമയത്ത് കണ്ടിട്ടുണ്ട്. പെർഫോമൻസ് എടുത്ത് നോക്കുകയാണെങ്കിൽ, ഇൻഡിവിജ്വലി നോക്കുകയാണെന്നുണ്ടെങ്കിൽ KL രാഹുൽ റൺ അടിക്കുന്നുണ്ട്, എല്ലാം ഉണ്ട്. സ്ട്രൈക്ക് റേറ്റ് ഒരു എൻഡ് ഓഫ് ദി ഡേ നോക്കുകയാണെങ്കിൽ സ്ട്രൈക്ക് റേറ്റും അത്യാവശ്യമുണ്ട്. പക്ഷേ ആ ഒരു ഇമ്പാക്റ്റ് ആ ഒരു ഫേസിൽ അല്ലെങ്കിൽ മിഡിൽ ഓവേഴ്സിലൊക്കെ വരുമ്പോൾ ആ ഒരു ഫേസിൽ ചിലപ്പോൾ ആ ഒരു ഇൻറ്റൻറ്റ് കീപ്പ് ചെയ്ത് കൊണ്ടുപോകാനായിട്ട് KL രാഹുലിന് പറ്റുന്നില്ല എന്നുള്ളത് ഒരു യാഥാർത്ഥ്യം തന്നെയാണ്. ഇപ്പോൾ ഒരു ഉദാഹരണം പറയുകയാണെങ്കിൽ, ഇന്നലെ പഞ്ചാബിൻ്റെ കളി നോക്കുകയാണെന്നുണ്ടെങ്കിൽ പഞ്ചാബിന് വിക്കറ്റ് പോകുമ്പോഴും ശശാങ്ക് വന്നിട്ട് ആ ഒരു ഇൻറ്റൻറ്റോടെ തന്നെ കളി മുന്നോട്ട് കൊണ്ടുപോകണം. അപ്പോൾ ഒരു അപ്പുറത്തെ എൻഡിൽ നിൽക്കുന്ന ഒരാൾക്ക് ഒരു പുറകിലേക്ക് പോകേണ്ട ആവശ്യമില്ല, അവർക്ക് ആ ഒരു രീതിയിൽ തന്നെ കളിച്ച് പോകാനായിട്ട് പറ്റും. പക്ഷേ വരുന്ന ബാറ്റ്സ്മാനോ അല്ലെങ്കിൽ നിൽക്കുന്ന ബാറ്റ്സ്മാനോ കൂടുതൽ ടൈം എടുക്കുകയാണെന്നുണ്ടെങ്കിൽ, കൂടുതൽ എന്താ പറയുന്നത് ബോൾസ് ഒന്ന് സെറ്റാവാൻ എടുക്കുമ്പോൾ അപ്പുറത്ത് നിൽക്കുന്ന ആൾക്കും കൂടെ അതിനെ സീരിയസ് ആയിട്ട് ബാധിക്കും. കാരണം റൺ റേറ്റ് മെയിൻറ്റെയിൻ ചെയ്യണം, ടീമിൻ്റെ ഒരു സ്കോർ ഒരു രീതിയിൽ ഒരു ഫ്ലോയിൽ പൊയ്ക്കൊണ്ടിരിക്കണം, അത് മെയിൻറ്റെയിൻ ചെയ്യണം എന്ന് പറയുമ്പോൾ പ്രഷർ അപ്പുറത്ത് നിൽക്കുന്ന ബാറ്റ്സ്മാനിലേക്ക് എത്തുകയും അത് നന്നായിട്ട് ബാധിക്കുകയും ചെയ്യും. അപ്പോൾ അങ്ങനെ ഒരു കാര്യത്തിൽ KL രാഹുൽ ഒരു പ്രശ്നമാണ് പലപ്പോഴും. അപ്പോൾ നല്ല ക്രൂഷ്യലായിട്ടുള്ള മാച്ചിലൊക്കെ അടിച്ച് ജയിപ്പിക്കാൻ തീർച്ചയായിട്ടും കേപ്പബിലിറ്റി ഉള്ള ഒരു ബാറ്റ്സ്മാനാണ്, വേൾഡ് ക്ലാസ് ആണ്, എല്ലാം ഓക്കെയാണ്. പക്ഷേ ഇങ്ങനൊരു പ്രശ്നം എന്നും KL രാഹുലിന് കണ്ടിട്ടുണ്ട്. അപ്പോൾ ഞാൻ പറഞ്ഞു വരുന്നത് എന്താണെന്ന് വെച്ചാൽ, മൊത്തത്തിലൊരു തണുപ്പൻ മയം ഡൽഹിയുടെ ബാറ്റിംഗ് ലൈനപ്പ്. ഇപ്പോൾ ഫാഫ് നോക്കുകയാണെന്നുണ്ടെങ്കിൽ ഒരു പരിക്ക് കഴിഞ്ഞിട്ട് വന്നിട്ട് ഒരു ഇന്നിങ്സ് കളിച്ചെങ്കിൽ പോലും ആ ഒരു പഴയ ഫോമിലേക്ക് കാണുന്നില്ല. അതുപോലെ തന്നെ പോറലിനൊരു കൺസിസ്റ്റൻസി ഇല്ല. KL രാഹുൽ ഇങ്ങനെ, അതുപോലെ തന്നെ കരുൺ നായർ പിന്നെ തീരെ പെർഫോം ചെയ്യില്ല. അങ്ങനെ ഒരു ബാറ്റിംഗ് ലൈനപ്പ് നിൽക്കുമ്പോൾ മുന്നോട്ട് പ്ലേ ഓഫിലേക്ക് അടുക്കുമ്പോൾ സമയത്ത് ഡൽഹിക്ക് സംബന്ധിച്ച് മുന്നോട്ട് പോകുന്നത് വളരെ ബുദ്ധിമുട്ടാവും. എൻ്റെ അഭിപ്രായത്തിൽ ഇനി എന്തൊക്കെ സംഭവിച്ചാലും ജേക്ക് ഫ്രേസർ മഗർഗനെ ഓപ്പണിങ്ങിലേക്ക് കൊണ്ടുവരിക, അടിക്കട്ടെ, എന്താ പറയുന്നത്, ഒരു 20 റൺ അടിക്കട്ടെ, അല്ലെങ്കിൽ 25 റൺ ആ ഇൻറ്റൻറ്റോട് അടിക്കട്ടെ. എന്നിട്ട് അപ്പോൾ ആ ഒരു ആള് ടോപ്പിൽ വരുമ്പോഴത്തേക്ക് ഒരു പക്ഷേ അവരുടെ ബാറ്റിങ്ങിൽ ഇപ്പോൾ ഉള്ള ഈ തണുപ്പൻ മട്ട് മാറും, ഒരു ഫ്രഷ് ചേഞ്ച് അവർക്ക് വരും. ഞാൻ നോക്കിയിട്ട് അതേ കാണുന്നുള്ളൂ. എനിക്ക് നിങ്ങളുടെ അഭിപ്രായങ്ങൾ തീർച്ചയായിട്ടും നിങ്ങളുടെ കമൻറ്റ് ബോക്സിൽ അറിയിക്കുക. കാരണം ഡൽഹി ഇത്രയും ഇപ്പോൾ സ്റ്റബ്സ് ആയാൽ പോലും, അതിനുശേഷം അസുതോഷ് ശർമ്മ, അതിനുശേഷം വിപ്രാജ്, അക്സർ പട്ടേൽ, ഇത്രയും ബാറ്റ്സ്മാൻമാരുള്ള ഡൽഹിയുടെ ബാറ്റിംഗ് ലൈനപ്പിൽ ഒരു ഇൻറ്റൻറ്റ് കാണുന്നില്ല എന്ന് പറയുമ്പോൾ വളരെ ദയനീയമാണ്. പ്രത്യേകിച്ച് ഒരു കാര്യങ്ങളുണ്ട്, അക്സർ പട്ടേൽ ടോപ്പ് ഓർഡറിൽ കളിക്കേണ്ട ആവശ്യമേ ഇല്ല സത്യം പറഞ്ഞാൽ ഡൽഹിയുടെ കാര്യത്തിൽ. എൻ്റെ അഭിപ്രായത്തിൽ അക്സർ പട്ടേൽ ശരിക്കും നമ്പർ 8 വന്നാൽ മതി. അത്യാവശ്യ ഘട്ടങ്ങൾ അല്ലെങ്കിൽ ഒരു കൊളാപ്സ് ആകുമ്പോഴോ അല്ലെങ്കിൽ എന്തെങ്കിലും അത്യാവശ്യ ഘട്ടങ്ങൾ ഒരു ലെഫ്റ്റ് ഹാൻഡറിനെ അവിടെ വേണ്ട സമയത്ത് മാത്രം അക്സർ പട്ടേൽ ഫ്ലോട്ട് ചെയ്ത് മുകളിലേക്ക് വന്നാൽ മതി. അല്ലാത്ത പക്ഷം അക്സർ പട്ടേൽ നമ്പർ 8 കളിക്കേണ്ട ആവശ്യമുള്ളൂ. കാരണം സ്റ്റബ്സ് ഉണ്ട്, അസുതോഷ് ശർമ്മയുണ്ട്, വിപ്രാജ് ഉണ്ട്. ഇവർ 3 പേരും എന്താ പറയുക, ഒരു സ്റ്റബ്സൊക്കെ ഒരു 9 ഓവർ 10 ഓവറൊക്കെ സമയം തന്നെ ഇന്നിങ്സിലേക്ക് വരണം, എങ്കിലേ ആ ഒരു മൊമെൻ്റ് അങ്ങനെ കീപ്പ് ചെയ്ത് പോകാൻ പറ്റും. സ്റ്റബ്സ് വരുന്നത് 14-15 ഓവറിലാണെന്നുണ്ടെങ്കിൽ പിന്നീട് അസുതോഷിനും എന്താ പറയുന്നത് വിപ്രാജിനൊക്കെ കളിക്കാനുള്ള ഒരു ടൈം കിട്ടില്ല. ശരിക്കും പറഞ്ഞാൽ ബാറ്റിംഗ് ഓർഡർ വളരെ സ്ട്രോങ് ആണ്, പക്ഷേ അവർ റീഅറേഞ്ച് ചെയ്യണം, ഓരോ ഫേസ് നിശ്ചയിക്കണം. ഓരോ ബാറ്റ്സ്മാൻമാർക്ക് ഒരു എൻട്രി പോയിന്റ് ഉണ്ടല്ലോ അവരുടെ സ്റ്റൈൽ അനുസരിച്ച്. അപ്പോൾ അതിനനുസരിച്ച് ഇപ്പോൾ അക്സർ പട്ടേൽ ഇവിടെ വരുന്നു, അതിൻ്റെ കൂട്ടത്തിൽ KL രാഹുലുണ്ട്, പോറലുണ്ട്, കരുൺ നായരുണ്ട്. ഇവരെല്ലാം കളിച്ച് കഴിയുമ്പോഴത്തേക്ക് താഴെയുള്ള ഹിറ്റ് ചെയ്യുന്ന അല്പമെങ്കിലും ഇന്ത്യനുള്ള ബാറ്റ്സ്മാൻമാരായിട്ടുള്ള സ്റ്റബ്സിനോ അല്ലെങ്കിൽ അസുതോഷ് ശർമ്മയ്ക്കോ അല്ലെങ്കിൽ വിപ്രാജിനോ ബോൾസിൻ്റെ എണ്ണം വളരെ കുറച്ച് കിട്ടുന്നുള്ളൂ. അപ്പോൾ അതുകൊണ്ട് തന്നെ ടോട്ടൽ സ്കോറിനെ അത് ബാധിക്കും. അതിലും ഏറ്റവും ബെറ്റർ അക്സർ പട്ടേൽ താഴെ പോവാം, KL രാഹുൽ, ഇവർ 4 പേരിൽ ഒരാൾ പുറത്തിരുത്തുക, ജേക്ക് ഫ്രേസർ മഗർക്ക് ടീമിലേക്ക് വരട്ടെ. ഒരു മാച്ചിൽ ചിലപ്പോൾ 3 മാച്ചിൽ 1 മാച്ച് അടിക്കത്തുള്ളായിരിക്കും, പക്ഷേ ആ ഇൻറ്റൻറ്റ് വളരെ ഇമ്പോർട്ടൻ്റ് ആണ്. അല്ലെങ്കിൽ ആ ഒരു പ്ലെയർ, അങ്ങനെയുള്ളൊരു പ്ലെയർ ടീമിലേക്ക് കൊണ്ടുവരുന്ന ബാലൻസ് ആയിരിക്കും ഡൽഹിയെ സംബന്ധിച്ച് ബെറ്റർ എന്ന് എനിക്ക് തോന്നുന്നു. സോ ഇന്നത്തെ മാച്ചിനെ പറ്റിയിട്ട് ഇതൊക്കെ പറയാനുള്ളൂ. കാരണം മഴ മൂലം കളി ഇങ്ങനെ പോയല്ലോ. ഡൽഹിയെ സംബന്ധിച്ച് വളരെ ഭാഗ്യമാണ് ഒരു പോയിന്റ് കിട്ടിയത് മുന്നോട്ടുള്ള യാത്രയിൽ. എന്തായാലും ഇനി ഉള്ള മാച്ചുകൾ ജയിച്ചേ പറ്റൂ. ഡൽഹിയെ സംബന്ധിച്ച് SRHനെ സംബന്ധിച്ച് നല്ലൊരു പെർഫോമൻസ് കൊടുത്തു എന്നുള്ളൊരു മനസ്സമാധാനം മാത്രം ഉണ്ടാവും. എന്തായാലും അതൊക്കെയാണ് SRH vs ഡൽഹി മാച്ചിനെ പറ്റിയിട്ടുള്ള അഭിപ്രായങ്ങൾ. നിങ്ങളുടെ അഭിപ്രായങ്ങൾ തീർച്ചയായിട്ടും കമൻറ്റ് ബോക്സിൽ രേഖപ്പെടുത്തുക. തീർച്ചയായിട്ടും, കാരണം ഈ ഒരു ബാറ്റിംഗ് ഓർഡറിനെ പറ്റിയിട്ടും ജേക്ക് ഫ്രേസർ മഗറിനെ കളിപ്പിക്കുന്നതിനെ പറ്റിയിട്ടും തീർച്ചയായിട്ടും കമൻറ്റ് ബോക്സിൽ നിങ്ങളുടെ അഭിപ്രായം പങ്കുവെക്കുക. വീഡിയോ ഇഷ്ടപ്പെട്ടു എന്നുണ്ടെങ്കിൽ ലൈക്ക് ചെയ്യുക, സപ്പോർട്ട് ചെയ്യുക. അപ്പോൾ മറ്റൊരു IPL റിലേറ്റഡ് ആയിട്ടുള്ള വീഡിയോയിൽ കാണുന്നവരെ